തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്ത് കൂടുതൽ കരുത്താർജിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പേമാരിയും പ്രളയവും രൂക്ഷമായി തുടരുന്നു. മാത്രമല്ല, കിഴക്കൻ ഇന്ത്യയ്ക്കും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയ ചുഴികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും രൂപപ്പെടുന്നതായി IMD അറിയിച്ചു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത്. ഇത് ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കുറയുന്നതിനിടെ തന്നെ കിഴക്കൻ ഇന്ത്യയ്ക്കും ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ചുഴികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും രൂപപ്പെടുന്നുണ്ട്. IMD കൃത്യമായ മുന്നറിയിപ്പുകളും നൽകി വരുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വടക്ക് കിഴക്കൻ ഇന്ത്യയിലും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന തീവ്ര ന്യൂനമർദ്ദം പൂർണ്ണമായി വിട്ടുമാറും മുമ്പ് തന്നെ ബംഗാൾ ഉൾക്കടലിലും കിഴക്കൻ ഇന്ത്യയിലും ശക്തമായ മേഘാവൃത സാഹചര്യം ഉടലെടുത്തു. ഈ പ്രക്രിയ മൺസൂൺ ചക്രത്തെ രാജ്യത്തുടനീളം വീണ്ടും സജീവമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഓഗസ്റ്റ് മാസത്തിലെ മഴ പ്രത്യേകിച്ച് കർഷകർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ തുടർച്ചയായി മഴ ലഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് അനുഗ്രഹമാണെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ദീർഘനേരം നിലനിൽക്കാനും പ്രാദേശികമായ വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമായേക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പേമാരിയും പ്രളയവും ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ച് അസം, ഒഡീഷ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. ഇതുവരെ മഴക്കെടുതിയിൽ 82 മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അസമിലെ 14 ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. വീടുകൾ, കടകൾ, സ്കൂളുകൾ എന്നിവയെല്ലാം വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയാണുള്ളത്. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള പ്രധാന നദികൾ അപകട നിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണെന്നും കരസേനയും ദുരന്ത നിവാരണ സേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒഡീഷയിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദമാണ് ഒഡീഷയിൽ കനത്ത മഴയ്ക്ക് കാരണമായത്. ഡൽഹി, UP, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.